ഒരു ചോദ്യം ഇവിടെ എഴുതി കിട്ടിയിട്ടുണ്ട്. ഒരു ഷെയ്ഖിനെ ബൈഅത്ത് ചെയ്യുക എന്നതിന് ഇസ്ലാമിക പ്രമാണവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇതുവരെ പറഞ്ഞത് നമുക്ക് ബോധ്യമായിട്ടുണ്ടാകും. ഇങ്ങനത്തെ ഷെയ്ഖനല്ല പിന്നിലെ ബൈഅത്ത്. ഈ രൂപത്തിൽ പറയപ്പെടുന്ന ഷെയ്ഖേ ഇല്ല, അപ്പോൾ പിന്നെ ബൈഅത്ത് ചെയ്യുന്ന സംവിധാനവും ഇല്ല. ഇസ്ലാമിക ലോകത്ത് ബൈഅത്ത് എന്നത് ഭരണാധികാരിക്ക് ബൈഅത്തുണ്ട്. നബിതങ്ങളുമായി സ്വഹാബിമാർ വന്ന് ബൈഅത്ത് ചെയ്തിട്ടുണ്ട്. അതെന്താണ്? അള്ളാഹു മുസ്ലിം പഠിപ്പിച്ച് പറയാൻ ജീവിക്കാൻ തയ്യാറാണ് എന്ന് നബിക്ക് കരാർ നൽകുക, അതാണ് നബിയോടുള്ള ബൈഅത്ത്. പിന്നെ ഖലീഫയായി വന്നവർക്ക് ഖിലാഫത്ത് കൊണ്ട് ബൈഅത്ത് ചെയ്തിട്ടുണ്ട്. അബൂബക്കർ സിദ്ദീഖ് ഖലീഫയാകുമ്പോൾ അവിടെ അദ്ദേഹത്തെ ഖലീഫയായി അംഗീകരിക്കുന്നു എന്ന ബൈഅത്തുണ്ട്. അതല്ലാതെ ഈ പറയപ്പെടുന്ന ഷെയ്ഖ് മുരീദ് എന്ന സംവിധാനമോ അതിനടിസ്ഥാനത്തിൽ ബൈഅത്തോ എവിടെയുമില്ല. ലോകത്ത് സ്വഹാബത്ത് മുതൽ താബിഈങ്ങൾ മുതലുള്ള അഹ്ലുസുന്നയുടെ നേതാക്കന്മാരാരും അങ്ങനെ ബൈഅത്ത് ചെയ്തവരും അല്ല. ഇമാം ബുഖാരി, ഇമാം മുസ്ലിം, ഇമാം അഹ്മദ്, ഇമാം ഷാഫിഈ, ഇമാം മാലിക് അടക്കമുള്ള ഇമാമുമാരാരും തന്നെ ഒരു ഷെയ്ഖായി സ്വയം നിന്നവരുമല്ല, ഒരു ഷെയ്ഖിനടുത്ത് പോയി ബൈഅത്ത് ചെയ്ത് മുരീദായി പിന്നാലെ കൂടിയവരുമല്ല. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് നൂറ്റാണ്ടുകൾ പിന്നിട്ടപ്പോഴാണ്, നേരത്തെ സൂചിപ്പിച്ച പോലെ ഹിജ്റ 5, 6, 7 നൂറ്റാണ്ടുകളിലാണ് ത്വരീഖത്ത് എന്ന പേരിൽ ഇത്തരം സംവിധാനങ്ങൾ പിന്നീട് വ്യാപകമായി വന്നത്. അതിനുശേഷമാണ് ഈ ബൈഅത്ത് സംവിധാനങ്ങൾ ഉണ്ടായി വന്നത്. അതിനുശേഷം വന്ന ചിലരൊക്കെ ബൈഅത്ത് പഠിപ്പിച്ചവരുണ്ട്. സൂഫി ആശയം സ്വീകരിച്ച് അശ്അരി മാതുരിദി ചിന്താഗതി സ്വീകരിച്ചു കൊണ്ടുവന്ന പിൽക്കാലക്കാരായ ആളുകളൊക്കെ ബൈഅത്ത് പഠിപ്പിച്ചത് കാണാൻ കഴിയുമെന്നല്ലാതെ അഹ്ലുസുന്നയുടെ ആധികാരികരായ നേതാക്കന്മാരാരും തന്നെ ഒരു ബൈഅത്ത് സംവിധാനം പഠിപ്പിച്ചിട്ടില്ല. വിശുദ്ധ ഖുർആനിലോ പ്രവാചക വചനങ്ങളിലോ ഈ അർത്ഥത്തിലുള്ള ഒരു ഷെയ്ഖിനെ പോയി ഒരാൾ ബൈഅത്ത് ചെയ്ത് മുരീദായി മാറുക എന്ന സംവിധാനം കാണാൻ സാധ്യവുമല്ല. വല്ലാഹു അഅലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ ത്വരീഖത്ത് ഇപ്പോൾ സമസ്തക്കാർ, ഔദ്യോഗിക സമസ്തക്കാർ ഈ ത്വരീഖത്തുകൾ ഇത് നമ്മളല്ല ഓലതാണ് എന്നൊക്കെ പറഞ്ഞതിന് സാധാരണക്കാരനെ പറഞ്ഞ് പറ്റിക്കണ്ടല്ലോ. അപ്പോൾ ഇത് അവർ ആ പറയുന്നത് ഞങ്ങൾക്ക് വാദമില്ല, ഇവർ പറയുന്നത് മറ്റുള്ളവർക്ക് വാദമില്ല. ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞതിന് എന്തെങ്കിലും ഒരു അടിസ്ഥാനം ഇവർക്ക് സ്ഥാപിക്കാൻ എന്തെങ്കിലും ഒരു തെളിവുകൾ ഉണ്ടാകാൻ അവർക്ക് ഉദ്ധരിക്കാൻ കഴിയുമോ അവർക്ക്? നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, വ്യാജനും അല്ലാത്തതും വേർതിരിക്കാൻ സമസ്തക്കാരെ സംബന്ധിച്ച് ഒരു മാനദണ്ഡവും ഇല്ല. കാരണം എന്താണ് അടിസ്ഥാനിച്ച ഒന്നുമില്ല. ഒരാൾ ഞാൻ ഷെയ്ഖാണെന്ന് വാദിക്കുന്നു, എനിക്ക് ഇൽഹാമുണ്ട് എന്ന് പറയുന്നു, അയാൾ ഷെയ്ഖ് അല്ല എന്ന് പറയാൻ ഇവർക്ക് എന്താ മാനദണ്ഡമുള്ളത്? ഒന്നവർ പറയാൻ ശരീഅത്ത് നിയമങ്ങൾ പാലിക്കുന്നുണ്ടോ ഇല്ലേ നോക്കണം എന്നാണ്. അത് പറയുക എന്നല്ലാതെ അത് അപ്ലൈ ചെയ്യാൻ അവർക്കും കഴിയില്ല. കാരണം അത് പറഞ്ഞാൽ അപ്പോൾ ഉടനെ ചോദിക്കേണ്ടി വരും, അപ്പോൾ CM അടൂർ എങ്ങനെ ഷെയ്ഖായി മാറുക? കാരണം ശരീഅത്ത് നിയമങ്ങൾ പാലിച്ചിട്ടില്ലല്ലോ. കോയപ്പാപ്പ് എങ്ങനെ തജ്വീദായി മാറുക? ശരീഅത്ത് നിയമങ്ങൾ പാലിച്ചിട്ടില്ലല്ലോ. അങ്ങനെ തുടങ്ങി പലരെയും കുറിച്ച് ഇതേപോലെ ചോദിക്കാൻ പറ്റും, അപ്പം അതിന് ഉത്തരമുണ്ടാവില്ല. ഇനി അതേപോലെ ഇയാൾ ഷെയ്ഖ് അല്ല, ഇയാൾക്ക് വിലായത്തില്ല എന്ന് പറയാൻ ഇവർക്ക് മാനദണ്ഡമൊന്നുമില്ല. അത്ഭുതങ്ങൾ കാണിച്ചു, അത്ഭുതം കണ്ട കറാമത്ത് എന്ന് പൊതുവെ ആളുകൾ അംഗീകരിച്ചു പോകുന്നു. സമസ്തക്കാരെ പറയാൻ അത്ഭുതം കണ്ട കറാമത്ത് ആയിക്കോളുന്നില്ല. പക്ഷെ എന്താ വേർതിരിക്കാൻ മാനദണ്ഡം? അങ്ങനെ ഒന്നില്ല. അതുകൊണ്ട് തന്നെ സമസ്തക്കാരെ സംബന്ധിച്ച് ഏത് ത്വരീഖത്ത് വന്നാലും അംഗീകരിക്കാനില്ലാതെ വേറെ മാർഗമില്ല. ഇത് വ്യാജനാണ് എന്ന് പറയുമ്പോൾ ഉസ്താദെ ഇത് വ്യാജൻ മറ്റത് ഒറിജിനൽ, ഇത് രണ്ടും വേർതിരിച്ചാൽ എന്താണ് മാനദണ്ഡം എന്ന് ചോദിച്ചാൽ ഒരു മാനദണ്ഡം പറയില്ല. ആകെ പറയുക ശരീഅത്ത് നിയമങ്ങൾ പാലിക്കാത്തവർ വലിയാകൂല, ഷെയ്ഖ് ആകൂല എന്ന് പറയും. അത് പറഞ്ഞാൽ ഉടനെ അടുത്ത ചോദ്യം, അപ്പം CM അടൂർ എങ്ങനെ ഷെയ്ഖ് ആകും? അപ്പം കോയപ്പാപ്പ എങ്ങനെ ഷെയ്ഖ് ആകും? അങ്ങനെ തുടങ്ങി പലരെയും ചോദിക്കാൻ പറ്റും, ഇവർക്ക് എങ്ങനെ ഷെയ്ഖ് ആകും? അതിന് ഉത്തരമില്ല. മാത്രമല്ല ജാമിഉൽ കറാമത്ത് ഔലിയ നേരത്തെ സൂചിപ്പിച്ച കിതാബിൽ എത്രയോ ഷെയ്ഖന്മാരെ പരിചയപ്പെടുത്തിയത് വ്യഭിചരിക്കുന്നവരായി, മോഷ്ടിക്കുന്നവരായി, സ്വവർഗരതി ചെയ്യുന്നവരായി, തോന്നിവാസങ്ങൾ ചെയ്യുന്നവരായി, മദ്യപിക്കുന്നവരായി എല്ലാം പരിചയപ്പെടുത്തി കാണാൻ പറ്റും. അതിനൊക്കെ ഒരു വ്യാഖ്യാനം കൊടുക്കുകയാണ്, വിശദീകരണം കൊടുക്കുകയാണ്. ഒരു ഷെയ്ഖ് വിസർജനം നടത്താൻ പോയിനാണ്. അപ്പം മുരീദ് പിന്നാലെ ചെന്നു. ഷെയ്ഖാണ് അപ്പിടേണ്ട താമസം മുരീദ് എടുത്ത് വിഴുകാൻ തുടങ്ങിയതാണ്. ജാമിഉൽ കറാമത്ത് ഔലിയ എഴുതിച്ച കറാമത്താണ്. ഇത് മഹത്വമായി എഴുതിച്ചതാണ്. അപ്പം ഇത് ശരീഅത്തിന് ബാധകമാണോ? ശരീഅത്ത് ഇവിടെ അംഗീകരിക്കുന്നില്ലല്ലോ, നിജസാണ്. പക്ഷെ അത് അവിടെ ബാധകമല്ല, അത് മഹത്വമായി രേഖപ്പെടുത്തി വെക്കുന്നു. ഇങ്ങനെയെല്ലാം എഴുതി വെക്കുന്ന ആളുകളെ സംബന്ധിച്ച് പിന്നെ വ്യാജൻ ഒറിജിനൽ എന്ന വേർതിരിവിന് മാനദണ്ഡമില്ല. നേരെ മറിച്ച് അഹ്ലുസുന്നയെ സംബന്ധിച്ചോ ഈ വക സംവിധാനം തന്നെ ഇല്ല. ത്വരീഖത്തുമില്ല, തസവൂഫുമില്ല, അങ്ങനത്തെ മുറബ്ബിയായ ഷെയ്ഖുമില്ല. ആകെ ഷെയ്ഖിന് വരാൻ പറ്റിയെന്നാണ്
ദീനു പഠിച്ച് കിതാബും സുന്നത്തും പഠിച്ച് അത് പറഞ്ഞു കൊടുക്കുന്ന ഒരാളുണ്ടോ, അയാൾ പറയുന്ന കാര്യം കിതാബും സുന്നത്തും യോജിക്കുന്നുവെങ്കിൽ സ്വീകരിക്കാം, ഇല്ലേ സ്വീകരിക്കുകയുമില്ല. അങ്ങനത്തെ ഷെയ്ഖേ ഇസ്ലാമിലുള്ളൂ. എത്ര വലിയ ഷെയ്ഖാണെങ്കിലും എത്ര വലിയ ആര്യമാണെങ്കിലും കിതാബും സുന്നത്തും യോജിക്കുന്ന കാര്യം പറഞ്ഞാൽ സ്വീകരിക്കും, ഇല്ലേ സ്വീകാര്യമല്ല. അദ്ദേഹം പറഞ്ഞു എന്നതുകൊണ്ടല്ല സ്വീകരിക്കുന്നത്, പ്രമാണമുണ്ട് എന്നതുകൊണ്ടാണ്. ഒരു സമസ്തക്കാരെ സംബന്ധിച്ച് ഇന്ന് അവരെ അലട്ടുന്ന ഏറ്റവും വലിയ പ്രശ്നവും ഇത് തന്നെയാണ്. സമസ്തയുടെ ആളുകൾ പല ത്വരീഖത്തിലും പോകും. അപ്പോൾ ഉസ്താദ് വിളിക്കേണ്ട ആ ത്വരീഖത്ത് വ്യാജമാണ്. പക്ഷേ ഉസ്താദുമായി സംസാരിക്കുമ്പോൾ ഉസ്താദിന് പറഞ്ഞു സ്ഥാപിക്കാൻ കഴിയില്ല. ഉസ്താദ് ഇത് വ്യാജമാണെങ്കിൽ മറ്റൊരു വ്യാജാകണ്ടേ, അത് വ്യാജമാണെങ്കിൽ ഇതും വ്യാജമാകണ്ടേ, അതിന് ഉത്തരമില്ല. ആലുവ ത്വരീഖത്ത് വന്നു, സമസ്ത പറഞ്ഞു വ്യാജമാണ്. അവർ വാദിച്ചതോ ഞങ്ങൾ ഖാദിരിയ്യ ത്വരീഖത്താണെന്നാണ്. ഖാദിരിയ്യ ത്വരീഖത്ത് സമസ്ത അംഗീകരിക്കും. അവ പിന്നെ എങ്ങനെ വ്യാജം എന്ന് പറയാം? റിഫാഇയ്യ ത്വരീഖത്ത് അംഗീകരിക്കൂലേ? മാത്രമല്ല ശരിയായ ത്വരീഖത്ത് എന്ന പേരിൽ സമസ്തയുടെ എഴുത്തുകാരനായ സുന്നി സാഹിത്യ തറവാട്ടിലെ കാവലാൾ എന്ന് പരിചയപ്പെടുത്തിയ KV മുഹമ്മദ് മുസ്ലിയാർ പന്താവൂർ എഴുതിയ പുസ്തകമുണ്ട്, ശരിയായ ത്വരീഖത്തുകൾ. അതിൽ അയാൾ 500 ചില്ലാനം ത്വരീഖത്താണ് പരിചയപ്പെടുത്തിയത്. ശരിയായ ത്വരീഖത്ത് 500 ചില്ലാനം ത്വരീഖത്തുകൾ ശരിയായത് അയാൾ പരിചയപ്പെടുത്തി. പിന്നെ ഏതല്ലാത്തതുള്ളത്? അതുകൊണ്ട് അങ്ങനെ വേർതിരിച്ചറിയാൻ കഴിയില്ല. ഏതാൾക്കും കയറി വരാവുന്ന ഇസ്ലാമിനെ പൊളിക്കാവുന്ന ഒരു കവാടമാണ് ത്വരീഖത്ത് എന്ന കവാടമെന്നാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാകുന്നത്. അല്ലാഹു അഅലം. അസ്സലാമു അലൈക്കും. ഈ ത്വരീഖത്തിൻ്റെ ഇതിലേക്ക് സാധാരണപ്പെട്ട പാവപ്പെട്ട ജനങ്ങളെ ആകർഷിച്ച് അതിലേക്ക് ഒരു പെട്ടുപോകുന്നുണ്ട്. അപ്പോൾ അതിന് ഇവരെന്ത് പൈശാചികമായിട്ട് എന്തെങ്കിലും സേവ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളതൊന്ന് അറിയാൻ താല്പര്യമുണ്ട്. 2 വഴിക്കാണ് മനസ്സിലാക്കുക. ഒന്ന്, സാധാരണക്കാരെ കൊണ്ടുപോയി ആദ്യം ഷെയ്ഖിനെ പരിചയപ്പെടുത്തി ഷെയ്ഖ് ചില ചോദ്യങ്ങൾ ചോദിക്കും. ആ ചോദ്യങ്ങളിൽ യഥാർത്ഥത്തിൽ ഇവനാകെ ഭ്രമിച്ചു പോകും, ഉത്തരമില്ല. അപ്പം ഇതിലേക്ക് ഉത്തരം വേണ്ട. ഉദാഹരണമായിട്ട് ചോദിക്കും, നിസ്കാരത്തിന് അമലുണ്ട്, നോമ്പ് അമലുണ്ട്, സക്കാത്ത് അമലുണ്ട്, ഹജ്ജ് അമൽ, ഇസ്ലാം കാലത്ത് 4 അമലുണ്ട്. ഒന്നാമത് ഷഹാദത്തല്ലേ, ഷഹാദത്തിന് അമലെവിടെ? അപ്പം ഈ സ്വതം അത് ശരിയാണല്ലോ, ഷഹാദത്തിന് അമലെവിടെ? ഇസ്ലാം കാര്യം 5, 4 അമലായി കാണുന്നു, ഒന്നാമത്തെ അമലില്ല, ആ അമല് വേണ്ടേ, അതെവിടെ? അപ്പം ഇവർ ഉത്തരം മുട്ടി. എത്ര കാലമായി നിസ്കരിക്കുന്നു? ഇത്ര കാലമായി. ഇത്രയും കാലം നിസ്കരിച്ചിട്ട് അള്ളാഹിനെ പറ്റിയുള്ള ബോധം ഉണ്ടായിട്ടുണ്ടോ? അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി തോന്നിയിട്ടുണ്ടോ? ഇല്ല. അത് വേണ്ടേ? നിസ്കാരത്തിന് ഒരു ആനന്ദം വേണ്ടേ? നിസ്കാരത്തിന് കൺകുളിർമ വേണ്ടേ? ഇങ്ങനെ കുറേ ചോദ്യം ചോദിക്കുമ്പോഴാണ് ഈ സാധു ശരിയാട്ടോ, ഞാൻ എത്ര കാലം നിസ്കരിക്കണം, എനിക്കിതൊന്നും കിട്ടിയിട്ടില്ലല്ലോ. അതിനുള്ള വഴികൾ പറഞ്ഞു കൊടുക്കും. അപ്പം ഈ സാധു വിചാരിക്കും, എന്നാൽ പിന്നെ അതൊന്ന് പരീക്ഷിച്ച് നോക്കുക. അങ്ങനെയാണ് ഷെയ്ഖിൻ്റെ കയ്യും പിടിച്ച് ബൈഅത്ത് ചെയ്ത് ഇയാൾ ത്വരീഖത്തിൻ്റെ ആളായി മാറുന്നത്. അപ്പോൾ ആദ്യ സമയത്ത് ഇയാൾക്ക് കൊടുക്കുന്നത് ഖുൽഹുവല്ലാഹ് ഓതാൻ പറയും, യാസീൻ ഓതാൻ പറയും, തബാറക ഓതാൻ പറയും, അല്ലെങ്കിൽ 1,00,000 ഖുൽഹുവല്ലാഹ് ഓതാൻ പറയും, 1,00,000 ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ പറയും, 1,00,000 റക്അത്ത് നിസ്കരിക്കാൻ പറയും, അല്ലാത്തൊന്നും പറയില്ല. അപ്പോൾ ഇതിലിപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഉസ്താദ് പറഞ്ഞത് ഇപ്പം എന്താണ്? ഫാത്തിഹ ഓതാനല്ലേ പറഞ്ഞത്, യാസീൻ അല്ലേ പറഞ്ഞത്, നിസ്കരിക്കാനല്ലേ പറഞ്ഞത്, ഇതിലിപ്പോൾ എന്താ പ്രശ്നം? അങ്ങനെ ഘട്ടമായി ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. അതോടൊപ്പം ഇത്തരം ശൈഖുമാർക്ക് പൈശാചികമായ സഹായങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. ഇമാം ഷാഫി റഹിമഹുല്ലാഹ് പറഞ്ഞു, ഒരാൾ വായുവിൽ പറക്കുന്നത് കണ്ടാലും വെള്ളത്തിന് മേലെ നടക്കുന്നത് കണ്ടാലും നീ പെട്ടുപോകേണ്ടതില്ല, പിശാച് അയാളെ താങ്ങിക്കൊണ്ടു പോവുകയാണ് എന്ന് വിചാരിച്ചാൽ മതിയാണ്. ഫറൂഖ് ചുങ്കമങ്ങാടിയിൽ ഒരാളിങ്ങനെ പറക്കണ് മേലെ കൂടെ, എല്ലാവരും കണ്ടു. ഇനിയിപ്പോൾ എന്താ സംശയം? കണ്ടേ വഹാബി അയാൾ പറന്നാണ് പോണത്, ഞാൻ അയാൾ ഷെയ്ഖ് അല്ലെങ്കിൽ വേറെ ആരാ ഷെയ്ഖ്? ഒന്നും ആലോചിക്കണ്ട, ശൈത്താൻ അയാളെങ്ങനെ കൊണ്ടുപോകുകയാണ് വിചാരിച്ചാൽ മതിയാണ്. ഇമാം ഷാഫിയുടെ വാചകമാണ്. വെള്ളത്തിന് മീതെ നടക്കുന്നത് കണ്ടു പല ശൈഖമാരും. കറാമത്ത് എന്താ നമ്മുടെ നാട്ടിൽ പറഞ്ഞത്? വെള്ളത്തിന് മേലെ നടന്നു, തോണില്ലായിരുന്നു, ഒരു ഇല നുള്ളിട്ടിട്ട് അയിമ നടന്നു പോയി എന്നാ പറയാ. അത് നടക്കുന്നത് കണ്ടാൽ പിശാച് അയാൾ താങ്ങിക്കൊണ്ടുപോവുകയാണ് എന്ന് വിചാരിച്ചാൽ മതി എന്ന് ഇമാം ഷാഫി റഹിമഹുല്ലാഹ് പറയുന്നു. ഷെയ്ഖ് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഈ വിഷയത്തിൽ മാത്രമേ ഗ്രന്ഥമാണ് അൽ ഫുർഖാനു ബൈന ഔലിയാഇർ റഹ്മാൻ വ ഔലിയാഇശ് ശൈത്വാൻ. റഹ്മാന്റെ ഔലിയാക്കളെയും ശൈത്താൻ ഔലിയാക്കളെയും തമ്മിൽ വേർതിരിക്കൽ എന്ന പേരിൽ ഷെയ്ഖ് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് കിതാബുണ്ട്. അല്ല, അദ്ദേഹം പറയുന്നുണ്ട്, ഒരുപാട് ആളുകളെ പിശാചു പറ്റിച്ച ഇത്തരം അത്ഭുത കഥകൾ, കുഫ്ർ ചെയ്യുമ്പോൾ, ശിർക്ക് ചെയ്യുമ്പോൾ, ഹറാമ് ചെയ്യുമ്പോൾ അവർക്ക് മുമ്പിൽ ഹാജരായി ചെയ്തു കൊടുക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ സാധു വിചാരിക്കുന്നത് കറാമത്താണ്. അത് കറാമത്തല്ല, പൈശാചികമാണ്. ഒരുപാട് സംഭവങ്ങൾ അദ്ദേഹം അവിടെ വിവരിക്കുന്നുണ്ട്.
മൊഹീദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി സ്വന്തം കിതാബിൽ അദ്ദേഹം എഴുതി വെച്ചു, ഞാനൊക്കെ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് ആകാശലോകത്ത് ഒരു പുക വന്ന് ആകണ്ട മൂടി, ഒന്നാകെ ഇരുട്ടായി. എന്നിട്ട് ആ ഇരുട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു വിളി, യാ അബ്ദുൽ ഖാദിർ അന റബ്ബുക, അല്ലയോ അബ്ദുൽ ഖാദിർ, ഞാൻ എൻ്റെ റബ്ബാകുന്നു. ഖദ് അഹ്ലൽതു ലക്കൽ മുഹറമാത്ത്, എല്ലാ ഹറാമും നിനക്കിതാ ഹലാലാക്കി തന്നിരിക്കുന്നു. നേരെ വിളിയിൽ കേൾക്കുകയാണ്. മൊഹീദ്ദീൻ ഷെയ്ഖ് പറയാൻ എനിക്ക് മനസ്സിലായി അത് ശൈത്താനാണ്. ഷെയ്ഖ് പറഞ്ഞു, ഇഖ്സ യാ ലഈൻ യാ അദുവല്ലാഹ്, അല്ലാഹുവിന്റെ ശത്രു ശപിക്കപ്പെട്ടവനെ പോടാ എന്ന് പറഞ്ഞപ്പോൾ ആ പുകയില്ല, ശബ്ദമില്ല, ഒന്നുമില്ല. അപ്പോൾ ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെയാ മനസ്സിലായി ശൈത്താനാണ്? അദ്ദേഹം പറഞ്ഞു, ഹറാമൊക്കെ ഹലാലാക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഓൻ്റെ പരിപാടിയാണ്. അപ്പം അല്ലാത്തൊന്ന് വിചാരിക്കുക, ഞാൻ കേട്ടതല്ലേ, നേരിട്ട് വിളിച്ചതല്ലേ, പേര് വിളിച്ചാൽ പറഞ്ഞത് നിനക്ക് ഹലാലാക്കി തന്നിരിക്കുന്നു, അത് പൈശാചികമാണ് എന്നാണ് മൊഹീദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി രേഖപ്പെടുത്തി. ശേഷം അദ്ദേഹം തന്നെ പറഞ്ഞു, എത്രയോ മഹാന്മാരെ പിശാച് ഇങ്ങനെ കിണയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഇസ്തിഗാസ ചെയ്യുമ്പോൾ ഷെയ്ഖ് ഹാജറായി തോന്നും, ഷെയ്ഖ് ഹാജറായതല്ല. കുത്തി മുറിവേൽപ്പിക്കുമ്പോൾ ഷെയ്ഖ് വന്ന് സുഖമാക്കി തോന്നും, ഷെയ്ഖ് അവിടെ വന്നിട്ടില്ല. അതൊക്കെ പൈശാചികമാണ്. കുഫ്രിലേക്ക് ആളെ കൊണ്ടുപോകാൻ, ശിർക്കിലേക്ക് ആളെ കൊണ്ടുപോകുവാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് പിശാച് അവൻ്റെ ചില സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുമെന്ന് ഖുർആനും ഹദീസും പരിചയപ്പെടുത്തിയതാണ്. അതിൻ്റെ ഭാഗമാണിതൊക്കെ. ഇതൊന്നും കറാമത്തല്ല. ഇനി കറാമത്താണെന്ന് വന്നാൽ പോലും അയാളുടെ വിശ്വാസവും അയാളുടെ കർമ്മങ്ങളും ശരിയാത്ത കാലത്തോളം ഒരാളിൽ നിന്ന് ഒരിക്കൽ കറാമത്തുണ്ടായി എന്നുകൊണ്ട് മാത്രം അയാളെ കാലാകാലം രക്ഷയാവുകയുമില്ല. കറാമത്തുള്ള ഒരാൾ പിന്നെ പഴിച്ചു പോകാമെന്നില്ല. കറാമത്തുള്ള ആളും പഴിച്ചു പോകാം, അയാൾ പിന്നെ ഈമാൻ തെറ്റി അത് വിശ്വാസം അല്ലാതായി മരിച്ചു പോകാം. അതൊക്കെ സ്വാഭാവികമാണ്. അതുകൊണ്ട് പൈശാചികമായ അത്തരം കുതന്ത്രങ്ങൾ ഇതൊക്കെ വ്യാപകമായി ഉണ്ടാവാറുണ്ട്. ഇബ്നു തൈമിയ്യ റഹിമഹുള്ളാഹയുടെ ആ ഗ്രന്ഥം ഈ വിഷയത്തിൽ നല്ലൊരു റെഫറൻസാണ്. അൽ ഫുർഖാനു ബൈന ഔലിയാഇ റഹ്മാൻ വ ഔലിയാഇ ശൈത്വാൻ എന്ന ഗ്രന്ഥം ഈ വിഷയമായി ഏറ്റവും നല്ല റെഫറൻസ് ഉപയോഗിക്കാൻ പറ്റാവുന്ന ഗ്രന്ഥമാണ് എന്ന് കൂടി സന്ദർഭികമായി സൂചിപ്പിക്കുന്നു. ഹാദാ വല്ലാഹു അഅലം.